കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഇന്ത്യയിൽ പല ഭാഗത്തും പല സമയങ്ങളിലും കേട്ടുവരുന്ന ഒരു വിഷയമാണ് ഏകീകൃത സിവിൽ നിയമം അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നമ്മൾ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഇന്ത്യയിലെ പുതിയ നിയമ കമ്മീഷൻ അല്ലെങ്കിൽ ലോ കമ്മീഷൻ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു റാലിയിലും യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഏകീകൃത സിവിൽ നിയമം അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇനി മുതൽ ഒരേ നിയമം, അതിനെയാണ് ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഡെഫിനിഷനായിട്ട് പലരും പറയുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇന്ത്യയിലുള്ള നിയമങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അല്ലേ എന്ന്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് കാണാം. ഒന്ന് ക്രിമിനൽ ലോസും രണ്ടാമത്തേത് സിവിൽ ലോസും. ഇപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെ 100% നിയമങ്ങളും എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെയാണ് എന്ന് കാണാം. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും ഒരു കൊലപാതകം നടത്തിയെന്ന് വിചാരിക്കുക. ആ കൊലപാതകിയുടെ ജാതിയോ മതമോ മറ്റ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഒരു വിഷയമല്ല. അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സിവിൽ നിയമങ്ങളാണ്. ഈ സിവിൽ നിയമങ്ങളിലും ഏകദേശം 98 മുതൽ 99% നിയമങ്ങളും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ് എന്ന് കാണാം. ഇപ്പോൾ നമ്മളൊരു വസ്തു മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെയാണ് എന്ന് കാണാം. എന്നാൽ ഈ സിവിൽ നിയമങ്ങളിലെ ചില നിയമങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെ അല്ല എന്ന് കാണാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവാഹമോചനം, അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റം, ദത്തെടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ മതങ്ങൾക്കനുസരിച്ച് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മതവിശ്വാസത്തിനനുസരിച്ച് വേറെ വേറെ നിയമങ്ങളാണ് എന്ന് കാണാം. സോ മാരേജ്, ഡൈവോഴ്സ്, ഇൻഹെറിറ്റൻസ്, സക്സഷൻ, അഡോപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലാണ് ഈ ഒരു വേർതിരിവ് കാണാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതവുമൊക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന നിയമങ്ങളായതുകൊണ്ട് ഇതിനെ നമ്മൾ വ്യക്തി നിയമങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ലോസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ലോസ് ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമാണ് എന്ന് കാണാം. ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ആക്ട്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം മാറ്റിയിട്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ശരി, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ പേഴ്സണൽ നിയമങ്ങളിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നാണ് നിലവിലത്തെ UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആശയത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ചരിത്രം എന്താണ് എന്നാണ്. അപ്പോൾ ഇതൊരു യൂറോപ്യൻ ഐഡിയോളജി ആയിട്ടാണ് പലരും പറയുന്നത്. യൂറോപ്പിൽ നമ്മൾ പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിൻ്റെ ഒരു അധികാരത്തിൻ്റെ കീഴിലായിരുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വന്നിരുന്നത്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളുടെ എല്ലാം നിയമനിർമ്മാണത്തിലും നിയമങ്ങളുടെ നടപ്പിലാക്കലിലും എല്ലാം ഈ കാത്തലിക് ചർച്ചിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് കാണാം. അതിനുശേഷം യൂറോപ്പിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. 30 years വാർ എന്നാണ് യുദ്ധത്തെ വിളിക്കുന്നത്. ഈ യുദ്ധത്തിന് ശേഷം അവരൊരു തീരുമാനമെടുക്കുകയാണ്, രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മതത്തെ മാറ്റി നിർത്തുക. ഒരു മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ ഐഡിയോളജിക്ക് അവർ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ നിയമങ്ങൾ തീരുമാനിക്കുന്നതോ നിർമ്മിക്കുന്നതോ നടപ്പിലാക്കുന്നതോ എല്ലാം ആ രാജ്യത്തെ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ രാജാക്കന്മാരോ ഒക്കെ ആയിരിക്കും. അതിനകത്തിന് മുതൽ മതത്തിൻ്റെ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല എന്നവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂറോപ്പിലൊക്കെ സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം പോലെയുള്ള ആശയങ്ങൾ ഉദയം ചെയ്യുന്നത് എന്ന് കാണാം. സോ ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും, അവർ ഏത് മതത്തിലും വിശ്വസിക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. ഇനി ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന പല നിയമങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ വരവോട് കൂടിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലോസ്, അതുപോലെ തന്നെ സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ എല്ലാം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ അവർ ഇന്ത്യയിൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ക്രിമിനൽ ലോസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരുന്നു. സിവിൽ ലോസ് കുറേ അധികം കോഡിഫൈ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പേഴ്സണൽ നിയമങ്ങളുടെ കാര്യം വന്നപ്പോൾ വിവിധ മതങ്ങൾക്ക് അത് വിവിധ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഡീപ്ലി റിലീജിയസ് സൊസൈറ്റി ആയിരുന്നു.
ഇന്ത്യക്കാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ കൈകടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പേഴ്സണൽ ലോസിലെല്ലാം മതപരമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ വ്യക്തി നിയമങ്ങളുടെ കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യയുടെ ഭരണഘടനയെല്ലാം രൂപീകരിച്ച നിയമ സംവിധാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാഷ്ട്ര ശില്പികൾ പറയുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ഇന്ത്യ ഒരു സെക്യുലർ നേഷനാണ് എന്നാണ്. സോ ആ ഒരു ആശയമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവന്നില്ല എന്നുള്ളൊരു സംശയമൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്നെ പലരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഇതിനെതിരെ ഉണ്ടാവുകയാണ്. എന്നാൽ ഇവർ ഈ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നില്ല എന്ന് കാണാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഈ ഒരു ആശയം അവർ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാ ടെറിട്ടറികളിലും ഒരു ഏകീകൃത സിവിൽ നിയമം വരണം എന്നുള്ളൊരു ആശയമാണ് ആർട്ടിക്കിൾ 44 അവർ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കാത്തത് എന്നുള്ളൊരു സംശയം പലർക്കും തോന്നും. അപ്പോൾ ഈ ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ കീഴിലാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. ഈ DPSP മലയാളത്തിൽ നമ്മളതിനെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാറുണ്ട്. ഈ DPSPs അങ്ങനെ തന്നെ നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റിന് യാതൊരു നിർബന്ധവുമില്ല. അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം സോഷ്യലിയും ഫൈനാൻഷ്യലിയും സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഇന്ത്യയിലെ സാഹചര്യം ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ പര്യാപ്തമാവുന്ന അവസരത്തിൽ മാത്രം അത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് അതിനെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണ് ആർട്ടിക്കിൾ 44 ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നുള്ള ആശയം ഇൻക്ലൂഡ് ചെയ്തത് എന്നും മനസ്സിലാക്കുക. സോ അങ്ങനെ നമ്മുടെ UCCയുടെ ചരിത്രം മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പല അവസരങ്ങളിലും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പല സമയത്തും UCC നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരുന്നത് കാണാം. 1985 ഷാ ബാനു കേസിൽ, 1995 സരള മുത്കൽ കേസിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2019 പൗലോ കുട്ടിഞ്ഞോ കേസിലും ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കാണാം. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ യൂണിഫോം സിവിൽ കോഡിന്റെ നടപ്പിലാക്കലിനെ കുറിച്ച് പലതരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണാം. ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം വന്നത് കഴിഞ്ഞ നിയമ കമ്മീഷന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴത്തെ ലോ കമ്മീഷൻ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 2018 ഇതിന് മുന്നേ ഉള്ള ലോ കമ്മീഷൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ, അതായത് 2018 അവസരത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഡിസൈറബിളോ നെസസിറ്റിയോ അല്ല എന്നാണ്. ഇതൊരു അഭികാമ്യമോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ അല്ല എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ ലോ കമ്മീഷൻ വന്നപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയുന്നതിനുള്ള ഒരു അവസരം തുറന്നു കൊടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഫൈനലായിട്ടുള്ള ഒരു ഡിസിഷനും എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ചുള്ള ചില ചർച്ചകളും പഠനങ്ങളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഈ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിലവിലുള്ള സിവിൽ നിയമങ്ങളിലെ 1-2% നിയമങ്ങൾ മാത്രമാണ് ഇപ്പോൾ വിവിധ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായിട്ടുള്ളത്. അതിനെല്ലാം കൂടി ഏകീകരിച്ച് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഡിബേറ്റിലെല്ലാം ലക്ഷ്യം എന്നുള്ളത് തിരിച്ചറിയുക. ഇനി ഇതോടൊപ്പം ഈ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ധാരാളം ഡിബേറ്റ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കാണാം. ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് നമുക്കറിയാം. നമുക്കൊരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. അങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ ചില വ്യക്തി നിയമങ്ങളിൽ മാത്രം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല. അപ്പോൾ ഇന്ത്യ ഒരു ട്രൂലി സെക്യുലർ കൺട്രി അല്ല എന്നുള്ള ഡിബേറ്റ് ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചില സമയത്ത് വരുന്നത് കാണാം. സോ ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു മതേതര രാഷ്ട്രമാകണമെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമം തന്നെ നടപ്പിലാക്കണം. സോ ഇന്ത്യയുടെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അധികം ആളുകൾ ഈ UCC അനുകൂലിക്കുന്നത് കാണാം. ഇനി UCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം, ഇവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ജെൻഡർ ഇൻഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള വ്യക്തി നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് കാണാം. പല മതങ്ങളുടെയും വ്യക്തി നിയമങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങളല്ല ഉള്ളത്. ഇപ്പോൾ പാരമ്പര്യ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ അവകാശം പുരുഷന്മാർക്കുള്ളതും പല സ്ഥലങ്ങളിലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത് നമുക്ക് കാണാം. സോ ഇന്ത്യ പോലെ എല്ലാവരും ഒരേ ഈക്വൽ റൈറ്റ്സിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയില്ലാതെ മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും ഈ യൂണിഫോം സിവിൽ കോഡ് സഹായിക്കും എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതാണ് യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ.
ഇനി യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്ന ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഒരു ഡീപ്ലി റിലീജിയസ് സൊസൈറ്റിയാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും അവരുടെ മതവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. സോ അപ്പോൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവരുടെ വിവാഹവുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പാരമ്പര്യ സ്വത്തവകാശവുമൊക്കെ ആയിട്ടോ അഡോപ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ അവരുടെ മതങ്ങളുടെ നിയമങ്ങൾ ഫോളോ ചെയ്യാൻ എപ്പോഴും ആളുകൾ ശ്രമിക്കും. സോ അതിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് UCC ചെയ്യുന്നത് എന്ന് പലരും പറയുന്നു. അപ്പോൾ അതിനകത്ത് ഒരു നിയമപ്രശ്നം കൂടി, ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടി കടന്നു വരുന്നത് നമുക്ക് കാണാം. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 25. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 25 നൽകുന്നത്. ഏതൊരു ഇന്ത്യൻ പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നത്. സോ ആ മതപരമായിട്ടുള്ള വിശ്വാസത്തിൽ തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമ്പോൾ ഈ ഒരു ഏകീകൃത സിവിൽ നിയമം അതിന് തടയിടാൻ ശ്രമിക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യം ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. സോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന് കാണാം. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 ഇന്ത്യയിലെ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന് അവരുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജിനെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ചില അവകാശങ്ങളാണ്. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഭരണഘടനയിൽ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 371A, 371CG എന്ന് പറഞ്ഞിട്ടുള്ള പല ഉപവിഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ആർട്ടിക്കിൾ 371A നാഗാലാൻഡ് എന്നുള്ള സംസ്ഥാനത്തെ നാഗാ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ താമസിക്കുന്നവർക്ക് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കുകയാണ്. ആർട്ടിക്കിൾ 371C മണിപ്പൂരിൽ, ആർട്ടിക്കിൾ 371G മിസോറാമിൽ, ഇങ്ങനെ ട്രൈബൽ ഏരിയാസിലൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ സംസ്കാരമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെ പല നിയമങ്ങളും ചില പ്രത്യേക രീതിയിൽ മാത്രമേ അവിടെ നടപ്പിലാവുകയുള്ളൂ, ചില നിയമങ്ങളൊന്നും നടപ്പിലാവുകയില്ല എന്ന് നമുക്ക് കാണാം. സോ അത്തരത്തിലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ ഇവർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ സംസ്കാരമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവന്നാൽ അത് അതിലും വിഘാതമായി മാറില്ലേ എന്നുള്ളൊരു ചോദ്യവും ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി UCCയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നു കഴിഞ്ഞാൽ, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റിസർവേഷൻ അഥവാ സംവരണം നിർത്തലാകുമോ എന്നുള്ളതാണ്. അതിന് ഒരു സാധ്യതയുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് വരുന്നത് സിവിൽ നിയമങ്ങളിലെ പേഴ്സണൽ ലോസുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഇന്ത്യയിലെ സംവരണം എന്ന് പറയുന്നത്, റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15ലും 14ലുമാണ് വരുന്നത്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളും അതിനകത്തെ എക്സെപ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് റിസർവേഷൻ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്ത്യൻ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കുന്നില്ല. സോ പേഴ്സണൽ ലോസ് അഥവാ വ്യക്തി നിയമങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടാണ് UCC മുന്നോട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് റിസർവേഷൻ സംവിധാനത്തെ ഇത് ബാധിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടോ, മുന്നോട്ട് പോകുന്നുണ്ടോ? അതിനുള്ള ഉത്തരം, ഇന്ത്യയിലെ ഗോവ എന്ന സംസ്ഥാനത്തിൽ നിലവിൽ ഗോവ സിവിൽ കോഡ് എന്ന പേരിൽ ഒരു യൂണിഫോം സിവിൽ കോഡാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അത് പോർച്ചുഗീസുകാർ തന്നെ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കുക. പോർച്ചുഗീസുകാരുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നു ഈ ഗോവ എന്ന പ്രദേശമുള്ളത്. പണ്ട് കാലത്ത് തന്നെ അവരൊരു ഏകീകൃത സിവിൽ നിയമം അവിടെ നടപ്പിലാക്കിയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗോവ ഇന്ത്യയുടെ ഭാഗമായി ചേർന്നപ്പോഴും ആ ഒരു യൂണിഫോം സിവിൽ കോഡ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ് മുതലായ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നനുസരിച്ചിട്ട് മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.